പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് 2021 നടന്ന LDCയുടെ മെയിൻസിന്റെ ചോദ്യപേപ്പറാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളിലോട്ടും കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പൂരണി തത്വത്തിന് ഒരു ഉദാഹരണം. പൂരണി തത്വത്തിന് ഒരു ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് കള്ളത്തരം, ഒന്നാമൻ, മിടുക്കി, നല്ലവൻ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. പൂരണി തത്വത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും? ഒരു സംഖ്യയോട് ചേർന്ന് ഒരു കാര്യം വരുന്നത് കൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഒന്നാമൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. പൂരണി തത്വത്തിൽ സംഖ്യയോട് ആം ചേർക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. പൂരണി തത്വത്തിൽ സംഖ്യയോട് ആം ചേർക്കുക, അതായത് ഒന്നാം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ ആം ചേർത്തു, അപ്പോൾ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നിവയ്ക്ക് നൽകിയിരിക്കുന്നത് എന്തായിരിക്കും? പൂരണി തദ്ധിതമായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താമര അധികം കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? താമര അധികം കുളം ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ദ്വിത്വസന്ധിയാണ്. ദ്വിത്വസന്ധിയാണ്. താമര അധികം കുളം ചേർത്തെഴുതുമ്പോൾ ദ്വിത്വസന്ധിയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തീ അധികം കനൽ എന്താണ്? തീക്കനൽ. പൂ അധികം തട്ടം എന്താണ്? പൂത്തട്ടം. പുതു അധികം കലം, പുതുക്കലം. താമര അധികം കണ്ണൻ, താമരക്കണ്ണൻ. പണി അധികം പുര, പണിപ്പുര. ഓക്കെ അല്ലേ? അതായത് രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്ന സന്ധിയാണ് ഏത് സന്ധി എന്നറിയപ്പെടുന്നത്? ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇവിടെ താമര അധികം കുളം ചേർത്തെഴുതി കഴിയുമ്പോൾ താമരക്കുളം എന്നാകുന്നത് കൊണ്ട് അവിടെ എന്ത് സന്ധിയാണ്? ഒരു വർണ്ണം ഇരട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ എന്ത് സന്ധി വരും? ദ്വിത്വസന്ധി വരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ ഭാഷാ പ്രയോഗം. പ്രളയബാധിതരായിട്ട് ഏകദേശം 50ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം 50ഓളം പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം 50ഓളം പേർ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത് ഏതാണ്? ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അതെന്താണ്? നമുക്ക് ശരിയായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. അടുത്ത ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? വളരെ സംഗ്രഹിക്കുക എന്ന് നൽകിയിരിക്കുന്നു. ശ്ലോകം പാടുക എന്ന് നൽകിയിരിക്കുന്നു. ശ്ലോകം തീർക്കുക എന്ന് നൽകിയിരിക്കുന്നു. വളരെ വിപുലമായി കാര്യങ്ങൾ ചെയ്യുക എന്ന് നൽകിയിരിക്കുന്നു. ഉത്തരം ഏതാണ്? വളരെ സംഗ്രഹിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സംഗ്രഹിക്കുക എന്നുള്ളതാണ് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത്. എന്താണ് അത്? നമ്മൾ ചെറുതായിട്ട് അത് ചെറുതാക്കുക എന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സംഗ്രഹിക്കുക. എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സംഗ്രഹിക്കുന്നതിനാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മുട്ടുശാന്തി എന്ന ശൈലിയുടെ അർത്ഥം എന്താ? താൽക്കാലിക പരിഹാരമാണ്. എന്താണ് മുട്ടുശാന്തി എന്ന് പറഞ്ഞാൽ? എന്താണ്? താൽക്കാലിക പരിഹാരം. മുട്ടുശാന്തി താൽക്കാലിക പരിഹാരമാണ്. ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക എന്നുള്ളതാണ് ഉറിയിൽ കയറ്റുക. അരിയറ്റു പോകുക എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക. അരിയറ്റു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുകയാണ്. ഓക്കെ അല്ലേ? മുട്ടുശാന്തി എന്ന് പറഞ്ഞാൽ താൽക്കാലിക പരിഹാരം, ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക, അരിയറ്റു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യം, സൂര്യന്റെ പര്യായപദമല്ലാത്തത് ഏത്? സൂര്യന്റെ പര്യായപദമല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം ആദിത്യൻ എന്ന് പറയുന്നത് സൂര്യന്റെ പര്യായം ആണ്. ആദിത്യൻ സൂര്യനാണെന്നറിയാം. അരുണൻ എന്ന് പറയുന്നത് സൂര്യന്റെ പര്യായം ആണ്. ആര്യമാവ് എന്ന് പറയുന്നത് സൂര്യന്റെ പര്യായം ആണ്. എന്നാൽ സോമൻ എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ്. അപ്പോൾ സൂര്യന്റെ പര്യായപദമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സോമൻ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. സോമൻ എന്ന് പറയുന്നത് ചന്ദ്രന്റെ പര്യായമാണ്. നമുക്ക് നോക്കാം. ചന്ദ്രൻ എന്ന വാക്കിന്റെ പര്യായപദങ്ങൾ, ചന്ദ്രൻ എന്ന് പറയുന്ന വാക്കിന്റെ പര്യായപദങ്ങൾ ഇന്ദു എന്ന് പറയുന്നു, അമ്പിളി, ഉടുപതി, തിങ്കൾ, മൃഗാങ്കൻ, ശശാങ്കൻ, ഏണാങ്കൻ, ശശി, ശശധരൻ, സുധാംശു, സോമൻ. ഇന്ദു, അമ്പിളി, ഉടുപതി, തിങ്കൾ, മൃഗാങ്കൻ, ശശാങ്കൻ, ഏണാങ്കൻ, ശശി, ശശധരൻ, സുധാംശു, സോമൻ എന്നിവയെല്ലാം ചന്ദ്രന്റെ പര്യായപദങ്ങളാണ്. അപ്പോൾ നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് സൂര്യന്റെ പര്യായപദമല്ലാത്തത് ഏതാണ്? സോമനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വെള്ളായിയപ്പൻ. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. വെള്ളായിയപ്പൻ എന്ന് പറയുന്നത് കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ്. കടൽ തീരത്ത് എന്ന് പറയുന്ന ചെറുകഥയാണ് രചിച്ചത് OV വിജയനാണ്. OV വിജയന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന ചെറുകഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതി എഴുതിയതാരാണ്? OV വിജയനാണ്. ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ എഴുതിയ OV വിജയന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന ചെറുകഥയിലെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ. ഓക്കെ അല്ലേ? നമുക്ക് ചില കഥാപാത്രങ്ങളും അവയുടെ കൃതികളും അത് എഴുതിയത് ആരൊക്കെയാന്ന് നോക്കാം. കാർത്തി മാമൂട്ടി എന്നിവ KP രാമനുണ്ണി എഴുതിയ സൂഫി പറഞ്ഞ കഥ എന്ന കൃതിയിലേതാണ്. കാർത്തി മാമൂട്ടി. മുഹമ്മദ് നബി, ശ്രീകൃഷ്ണൻ, യേശു എന്നിവ KP രാമനുണ്ണിയുടെ ദൈവത്തിന്റെ പുസ്തകം എന്ന കൃതിയിലേതാണ്. മുഹമ്മദ് നബിയും ശ്രീകൃഷ്ണനും യേശുവും KP രാമനുണ്ണിയുടെ ദൈവത്തിന്റെ പുസ്തകം എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. കുട്ടിപ്പാപ്പൻ, കോക്കാഞ്ചിറ മറിയം എന്നിവ സാറാ ജോസഫിന്റെ അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന കൃതിയിലേതാണ്. കുട്ടിപ്പാപ്പൻ, കോക്കാഞ്ചിറ മറിയം എന്നിവ സാറാ ജോസഫിന്റെ അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലേതാണ്. അടുത്തത് നട്ടപ്പിരാന്തൻ എന്ന് പറയുന്നത് ബെന്യാമിന്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന നോവലിലേതാണ്. നട്ടപ്പിരാന്തൻ എന്ന് പറയുന്ന കഥാപാത്രം. അടുത്തത് നജീബ് എന്ന് പഠിച്ചു വെക്കുക. നജീബ്, ഹക്കീം, ഇബ്രാഹിം ഖാദിരി എന്നിവ ബെന്യാമിന്റെ വളരെ പ്രശസ്തമായ ആടുജീവിതം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. നജീബ്, ഹക്കീം, ഇബ്രാഹിം ഖാദിരി എന്നിവർ. ഓക്കെ അല്ലേ? അഴകൻ പൂവാലി എന്നീ കഥാപാത്രങ്ങൾ അംബികാസുധൻ മങ്ങാട് രചിച്ച 2 മത്സ്യങ്ങൾ എന്ന കൃതിയിലേതാണ്. അഴകൻ, പൂവാലി എന്നീ കഥാപാത്രങ്ങൾ അംബികാസുധൻ മങ്ങാട് രചിച്ച 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന കൃതിയിലേതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ PC ഗോപാലനാണ്. ഓക്കെ അല്ലേ? സൈക്കോ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് E മുഹമ്മദ് ആണ്. സൈക്കോ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ആര്? E മുഹമ്മദ്. ആരാണ്? E മുഹമ്മദ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? ഓടക്കുഴൽ. ഏതാണ്? ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? ഓടക്കുഴലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് ഭാഷ ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനമാണ്. മുതലക്കണ്ണീറിന്റെ വിവർത്തനം എന്ന് പറയുന്നത് ക്രോക്കഡൈൽ ടിയേഴ്സ് ആണ് മുതലക്കണ്ണീറിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. മുതലക്കണ്ണീർ ക്രോക്കഡൈൽ ടിയേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കേണ്ട ശൈലികളും അവയുടെ വിവർത്തനങ്ങളും നമുക്ക് നോക്കാം. വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗതികെട്ടവൻ. വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വോൾ എന്ന് പറഞ്ഞാൽ ഗതികെട്ടവനാണ്. ലിവിങ് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിങ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമാണ്. ടു ലെറ്റ് ദ
കോൾ ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം പുറത്തറിയിക്കുക, രഹസ്യം പുറത്തറിയിക്കുക എന്നുള്ളതാണ്. ടു ഗെറ്റ് ദ ബോൾ റോളിംഗ്, ടു ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ആരംഭിക്കുക. ടു ഗെറ്റ് ദ ബോൾ റോളിംഗ്, ഒരു കാര്യം ആരംഭിക്കുകയാണ്. എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ, എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? കടലിൽ കായം കലക്കുക എന്നുള്ളതാണ്. എ ഡ്രോപ്പ് ഇൻ ദ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുക. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ എരിതീയിൽ എണ്ണയൊഴിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. അക്കിലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. അക്കിലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്ന് പറയുന്നത് അക്കിലസ് ഹീൽ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അക്കിലസ് ഹീൽ എന്ന് പറയുന്നത്. ആദിയും അന്ത്യവും എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ ആൻഡ് ഒമേഗ. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ആദിയും അന്ത്യവുമാണ്. ആൽഫ ആൻഡ് ഒമേഗ. ബാക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏഷണി പറയുക. ബാക്ക് ബൈറ്റ്, പുറകിൽ ഏഷണി പറയുക. ബാക്ക് ബൈറ്റ്. മുൾക്കിരീടം എന്ന് പറഞ്ഞാൽ എന്താ? ക്രൗൺ ഓഫ് തോൺസ് ആണ് മുൾക്കിരീടം. ആത്മപ്രശംസയാണെങ്കിൽ ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്. ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് ആണ് ആത്മപ്രശംസ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ. ഓക്കെ, അതിന്റെ കൂടെ വിപരീത പദങ്ങൾ നമുക്കൊരു റാൻഡം ആയിട്ട് കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. കൃതജ്ഞത, കൃത്യം, അകൃത്യം, ദ്വേഷം, രാഗം, നാസ്തി, അസ്ഥി, പരിശം, അരിശം, പാരുഷ്യം, മാർദ്ദവം, പൊയ്, മെയ്, പുരോഗമനം, പശ്ചാത്ഗമനം, പ്രച്ഛന്നം, പ്രകാശം, പ്രാചീനം, അർവാചീനം, ബഹുലം, വിരളം, മുഖ്യം, ഗൗണം, മൃതി, ജനി, വിരക്തി, ആസക്തി, വിഷമം, സമം, വെറ്റി, തോൽവി, വൃഷ്ടി, സമഷ്ടി, ശുഭ്രം, ശ്യാമം, ശ്ലാഘ്യം, ഗർഹ്യം, സരളം, പ്രൗഢം, സ്പൃഹണീയം, ഗർഹണീയം, ഹ്രാസം, വികാസം. ഒന്നുകൂടെ പറയാം. കൃതജ്ഞത, കൃത്യം, അകൃത്യം, ദ്വേഷം, രാഗം, നാസ്തി, അസ്ഥി, പരിശം, അരിശം, പാരുഷ്യം, മാർദ്ദവം, പൊയ്, മെയ്, പുരോഗമനം, പശ്ചാത്ഗമനം, പ്രച്ഛന്നം, പ്രകാശം, പ്രാചീനം, അർവാചീനം, ബഹുലം, വിരളം, മുഖ്യം, ഗൗണം, മൃതി, ജനി, വിരക്തി, ആസക്തി, വിഷമം, സമം, വെറ്റി, തോൽവി, വൃഷ്ടി, സമഷ്ടി, ശുഭ്രം, ശ്യാമം, ശ്ലാഘ്യം, ഗർഹ്യം, സരളം, പ്രൗഢം, സ്പൃഹണീയം, ഗർഹണീയം, ഹ്രാസം, വികാസം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2021 LDCയുടെ മെയിൻ ചോദ്യപേപ്പറിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. നമുക്ക് അടുത്ത മലയാളം ചോദ്യപേപ്പറുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.